ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ window.onload എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നതെന്ന് എന്നുള്ളത് ഒരു പ്രോഗ്രാം വഴി നമുക്ക് മനസ്സിലാക്കാം. ബിഗിനേഴ്സ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമേഴ്സിനൊക്കെ വരുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു ഫംഗ്ഷന് അതിനൊരു സൊല്യൂഷൻ കൂടാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് പ്രോഗ്രാമിലോട്ട് കിടക്കാം. സോ ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ബോഡി ടാഗിനകത്ത് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു ഐ ഡി കൊടുക്കുന്നു. എന്തിനാണ് ഈ ഐ ഡി കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി ഈ ബോഡി ടാഗിനകത്ത് വരുന്ന എലിമെൻറ്റ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊരു ഐ ഡി കൊടുക്കും. ഞാനിപ്പോൾ myDiv എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുന്നു. ഈ ഐ ഡി myDiv എന്ന് കൊടുക്കുന്നു. ഇത് empty ആയിട്ട് തന്നെ നിലനിർത്തുന്നു ഈ div. അതിനുശേഷം നമുക്ക് ഈ സ്ക്രിപ്റ്റ് ടാഗിനകത്ത് നിന്നുകൊണ്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആദ്യം ജാവാസ്ക്രിപ്റ്റ് ഈ നമ്മുടെ ഒരു HTML പേജ് എക്സിക്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ HTML ആദ്യം ഹെഡിനകത്തുള്ള കണ്ടൻറ്റ്, അതിനുശേഷം ബോഡി ടാഗ് എക്സിക്യൂട്ട് അതിനകത്തുള്ള കണ്ടൻറ്റ്, അങ്ങനെ ഒരു ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് ബ്രൗസറിനകത്ത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു ഈ എലിമെൻറ്റിനെ, അതായത് ഈ ഡിവിനെ ആക്സസ് ചെയ്യാൻ പോകണം. myDiv എന്ന് പറഞ്ഞ ഐ ഡി ഉള്ള ഡിവിനെ ഞാനിപ്പം ജാവാസ്ക്രിപ്റ്റ് നിന്നുകൊണ്ട് ആക്സസ് ചെയ്യുകയാണ്. സോ ഇവിടെ ഞാൻ അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡോം എലിമെൻ്റാണ് ഡോക്യുമെൻ്റ് എന്നാണ്. ഡോക്യുമെൻറ്റ് ഡോട്ട് ഇവിടെ ഗെറ്റ് ഐ ഡി കൊടുത്തിട്ടുള്ള എല്ലാത്തിനും നമുക്ക് ഗെറ്റ് എലിമെൻറ്റ് ബൈ ഐ ഡി എന്നിട്ട് ഐ ഡി നെയിം കൊടുക്കുക. സോ എലിമെൻറ്റിൻ്റെ ഇയും ബൈയുടെ ബിയും ഐ ഡിയുടെ ഐയും അപ്പർ കേസ് ആയിരിക്കണം. myDiv എന്നുള്ള അത് തെറ്റാതെ കൊടുക്കുക. ഇനി innerHTML എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇവിടെ വാല്യൂ കൊടുക്കാം. ആ പ്രോപ്പർട്ടിയിലോട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഡിവിനകത്ത് വരും. നമ്മളിപ്പോൾ ഹലോ വേൾഡ് എന്ന് ഞാൻ കൊടുക്കുന്നു, സെമിക്കോളിനിട്ടു. എന്നിട്ട് ഈ പ്രോഗ്രാം സേവ് ചെയ്യുന്നു. ഇവിടെ ഞാനത് ബ്രൗസർ റീഫ്രഷ് ചെയ്യുന്നത് കണ്ടൻറ്റ് ഒന്നും വന്നില്ല. അതിലൊരു എറർ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്ക്രിപ്റ്റ് ഹെഡ് എക്സിക്യൂട്ട് ചെയ്യും. സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ സമയത്ത് ഈ ഡിവ് ക്രിയേറ്റ് ആയിട്ടില്ല, ഈ myDiv ക്രിയേറ്റ് ആയിട്ടില്ല. കാരണം ആ എക്സിക്യൂഷൻ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ മാത്രമേ ആ ഡിവ് മെമ്മറിയിൽ കമ്പൈലറിൽ ലോഡ് ചെയ്യത്തുള്ളൂ, ഇൻ്റർപ്രെറ്ററിൽ ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പം എന്ത് ചെയ്യണം, നേരെ ഈ സ്ക്രിപ്റ്റിനെ ഒന്നിൽ താഴോട്ടാക്കി ഈ ഡിവ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള രീതിയിൽ ആക്കി വയ്ക്കുക. ഇപ്പോൾ ഇതിപ്പോൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ myDiv ഓൾറെഡി മെമ്മറി ലോഡായി കഴിഞ്ഞു. അതിന് ശേഷം മാത്രമേ ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അപ്പോൾ ഇതിനെ ഈ myDivൽ നമുക്ക് വാല്യൂ വയ്ക്കാൻ പറ്റും. ഇനി ഈ പ്രോഗ്രാം ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം ഹലോ വേൾഡ് എന്നുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ വലിയ സ്ക്രിപ്റ്റുകളാണെങ്കിൽ ഇങ്ങനെ ബോഡി ടാഗിനകത്തൊക്കെ കൊണ്ട് നമ്മൾ HTML ടാഗിനകത്ത് കൊണ്ട് ഇങ്ങനെ എഴുതാറില്ല, പകരം മുകളിൽ തന്നെ വെച്ച് എഴുതുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു കേസ് വരുമ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു window.onload എന്നൊരു ഫംഗ്ഷൻ നമ്മുടെ സഹായത്തിനുണ്ട്. window.onload ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഈ ഫംഗ്ഷനകത്തുള്ള എല്ലാ ലൈൻസും ഈ ഫുൾ HTML ഫയൽ ലോഡ് ചെയ്ത ശേഷം മാത്രമേ ഇത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. സോ അത് അത്ര വരെ അത് വെയിറ്റ് ചെയ്യിക്കും. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിവും ഓൾറെഡി മെമ്മറി ലോഡ് ചെയ്ത ശേഷമേ അതിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ടത് അൺഡിഫൈൻഡോ അല്ലെങ്കിൽ നമുക്കത് അങ്ങനത്തെയുള്ള ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്പോൾ നമുക്കിനി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം ഇത് തിരിച്ച് നമുക്കതിനിപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഈ കംപ്ലീറ്റ് HTML to /HTML വരെയുള്ള ഭാഗം ലോഡ് ചെയ്ത ശേഷമേ ഈ window.onloadനകത്തുള്ള കോഡുകൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അതാണ് എൻ്റെ കാരണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടുന്നതിന് അതിനൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. താങ്ക് യു.